നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്നലത്തെ പാചകവും ആവുന്നതായിരുന്നു, അനുഭവിച്ചത് മറ്റുള്ളവർ എന്ന് പറഞ്ഞ പ്രിയങ്ക തോറ്റു കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ വരുൺ പറഞ്ഞത്? ആരും തോൽവിയും ജയവും മുൻകൂട്ടി പ്രഖ്യാപിക്കണ്ട. ആദ്യം പൂജാമുറിയിലേക്ക് തന്നെ പോവാ. അമ്മ എഴുന്നേറ്റോ? മോൾ ഉറങ്ങിയില്ലായിരുന്നോ? ഉറങ്ങിയമ്മേ. പിന്നെ വീടിന്റെ ക്ലീനിങ് എന്നെ ഏൽപ്പിച്ചിരിക്കല്ലേ. ഉറങ്ങി എഴുന്നേറ്റിട്ട് നേരം വെളുത്ത് ചെയ്താ പോരായിരുന്നു ഇതൊക്കെ? മത്സരം വെച്ചിരിക്കല്ലേ അമ്മേ, കിടന്ന ഉറക്കം വരില്ല. അമ്മ വെള്ളം എടുക്കാൻ വന്നാണോ? ഞാൻ എടുത്തു തരാം. വേണ്ട, ഞാൻ എടുത്തോളാം. എനിക്ക് ഞാൻ വരാം. വേണ്ട വേണ്ട, അവിടെ ഇരിക്കും. ഇരിക്കും. അമ്മ കൂടെ നിക്കണോ മോളെ? അത് പാടില്ലല്ലോ അമ്മേ. മത്സരത്തിന് ഞാൻ ഒറ്റയ്ക്ക് പങ്കെടുക്കാനല്ലേ പാടുള്ളൂ. അമ്മ പോയി കിടന്നോ. ഞാനിതൊക്കെ കുറച്ചും കൂടി ചെയ്തിട്ട് അങ്ങ് കിടന്നോളാം. കുറെയൊക്കെ ഞാൻ രാത്രി തന്നെ ചെയ്തു. ഇനി കുറച്ചുകൂടി ഉള്ളു അമ്മേ. അടുക്കളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്. മോളുടെ ഈ ആത്മാർത്ഥത കാണുമ്പോ എനിക്ക് അഭിമാനം തോന്നുന്നു. ശരി, അമ്മ പോയിക്കോ അമ്മ. ഏട്ടത്തെ എങ്ങനെ എഴുന്നേറ്റ് വന്നാ അമ്മ എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെക്കും. എന്നാ ശരി മോളെ, കഴിഞ്ഞിട്ട് വേഗം പോയി കിടന്ന് ഉറങ്ങണം കേട്ടോ. പിടിക്കപ്പെട്ടു എന്നാ ഞാൻ കരുതിയ. ആ സാധനങ്ങളൊക്കെ ആരെങ്കിലും അവിടെ അങ്ങനെ വെക്കോ? അല്ല, ജോലി ചെയ്യുമ്പോ അതിന്റെ സാധനങ്ങൾ എല്ലായിടത്തും ഇരിക്കില്ലേ? മതി മതി, ഇനിയും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാൻ നോക്ക്. വാ വാ, ഇനിയും ആരെങ്കിലും എഴുന്നേക്കുന്നതിന് മുന്നേ ഒന്ന് എടുത്തോണ്ട് വെക്ക്. ശരി. തീർന്നു. ഇങ്ങനെയെങ്കിലും ചേച്ചി കൊണ്ടൊരു ഉപകാരം ഉണ്ടായിരുന്നു.
എന്താ വിശേഷം? പ്രിയങ്കയുടെ വീട്ടു ജോലികളെ കുറിച്ചുള്ള റിസൾട്ട് കേൾക്കണ്ടേ? അതെന്താ കേൾക്കാനുള്ളത്? ഞാൻ ഇന്നലെ ചെയ്തതിന്റെ പകുതിയെങ്കിലും അവളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചെറിയമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതില്ല. ഉം. അതുകൊണ്ടാണല്ലോ റിസൾട്ട് നേരിട്ട് കേൾക്കണമെന്ന് തോന്നിയത്. ഇന്നലെ നിന്റെ മുന്നിൽ പ്രിയങ്ക തോറ്റു. ഇന്നും കൂടി തോറ്റാ പിന്നെ നാളത്തെ മത്സരത്തിന്റെ ആവശ്യം കൂടിയില്ല. ചെറിയമ്മേ, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിയങ്കയെ എങ്ങനെ വാഴിക്കാൻ ശ്രമിച്ചാലും മൂത്ത മരുമകളായ എന്റെ മുന്നിൽ അവൾ ഒന്നുമല്ല. അത് എല്ലാവർക്കും ഒന്ന് ബോധ്യപ്പെടാൻ ഈ മത്സരം സഹായിക്കും. ആ, എന്തായാലും വാ, നമുക്ക് താഴോട്ട് പോവാം. വാ. എന്തായി തീരും? റിസൾട്ട് എന്തായെന്ന് നമുക്ക് ചെന്ന് നോക്കാം. ആ വാ വാ. നിങ്ങൾ കൂടി വന്നതിന് ശേഷം ഒരു പരിശോധനയ്ക്ക് ഇറങ്ങാമെന്ന് കരുതി കാത്തു നിൽക്കുകയായിരുന്നു. അതിന്റെ ആവശ്യമുണ്ടോ മുത്തശ്ശി? ഞങ്ങളില്ലെങ്കിലും മുത്തശ്ശി പരിശോധിച്ചാ മതിയല്ലോ. വരുൺ, കണ്ടോടാ കൽപ്പനയുടെ ഒരു കോൺഫിഡൻസ്. ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് കോൺഫിഡൻസ്, അല്ലേ? മത്സരങ്ങൾ എനിക്ക് വാശിയാണ് സൂര്യ. അതെ, കുഞ്ഞുനാള് മുതലേ അങ്ങനെയാ. മത്സരിച്ച് ജയിക്കാന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. നല്ല കാര്യം മോളെ. പക്ഷേ ഈ മത്സരം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, ഇത് കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരമാണെന്ന്. ആ ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകണം. ആ പ്രിയങ്ക മോളെ, മോളുടെ ജോലിയൊക്കെ കഴിഞ്ഞോ? ആ കഴിഞ്ഞു അമ്മേ. എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നലത്തെ പാചകവും ആകും വിധമായിരുന്നു. അനുഭവിച്ചത് മറ്റുള്ളവരും. എന്ന് പറഞ്ഞ പ്രിയങ്ക തോറ്റു കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ വരുൺ പറഞ്ഞത്? ആ, ആരും തോൽവിയും ജയവും മുൻകൂട്ടി പ്രഖ്യാപിക്കണ്ട. ആദ്യം പൂജാമുറിയിലേക്ക് തന്നെ പോവാ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.